നമസ്കാരം, ഞാൻ സിയാദ് എലിക്കൽ. ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊതുവേ യൂട്യൂബിൽ കാണാത്ത ഒരു വീഡിയോയാണ്. മേ ബി ആളുകൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ട്രേഡേഴ്സിൻ്റെ മാനസിക ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ ഒരു വീഡിയോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. കാരണം പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. നമ്മളുടെ എല്ലാ ആളുകളുടെയും ആയുസ് എന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ് എങ്കിൽ കൂടിയും നമ്മളുടെ തെറ്റായിട്ടുള്ള ജീവിത ശൈലി കൊണ്ട് ആരോഗ്യം മോശമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാന ഒരു അജണ്ട എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം ഓഫീസിൽ വളരെ യങ്ങറായിട്ടുള്ളൊരു ഒരാൾ വന്നപ്പോൾ തന്നെ കയ്യിലൊരു പെപ്സി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചിന് ഊണ് കഴിക്കുന്നതിന് പകരം താഴെ പോയി പിസ്സ വാങ്ങിച്ചു, വീണ്ടും പെപ്സി കുടിച്ചുകൊണ്ടിരുന്നു. ഇരുന്ന ആ ഒരു സീറ്റിൽ നിന്ന് എണീക്കാതെ ഏകദേശം ഒരു മണിക്കൂറുകളോളം ആ ഒരു സീറ്റിൽ ഇരുന്ന ആ ഒരു സുഹൃത്ത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ആ ഒരു സുഹൃത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു ദിവസവും എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയായിരിക്കും. അതുമാത്രമല്ല, ഈ ജീവിതശൈലി പിന്തുടരുമ്പോൾ രാത്രിയും US മാർക്കറ്റും ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ പൊസിഷൻ എടുത്തിട്ടുണ്ടാവും. അത് നോക്കിയിരുന്ന് രാത്രിയും ഉറക്കത്തെ ബാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു മേഖലയിൽ എനിക്ക് വലിയ ഗണ്യമായ അറിവോ കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും തെറ്റ് പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു ട്രേഡിങ് എല്ലാ ആളുകളും, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുത്തുന്ന ഒരു കരിയറാണ്. നമ്മുടെ ബോസ് അങ്ങനെ ഒരുപാട് ട്രാവൽ ഫ്രീഡം തരുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഈ ഒരു ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ പോകുന്ന ചില സംഗതികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ ആരോഗ്യം തന്നെയാണ്. ഈ ഒരു ട്രേഡിംഗ് ടെർമിനലിൻ്റെ മുമ്പിൽ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സിറ്റിംഗ് ഈസ് മോഡേൺ സ്മോക്കിംഗ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇരിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നത് പോലെ തന്നെയാണ്. ഞാൻ സിഗരറ്റ് വലിക്കുന്നതിനെ സാധൂകരിക്കുന്നതല്ല, മറിച്ച് വളരെ അടുത്ത് ഓസ്ട്രേലിയയിൽ ഒരു പഠനം റിപ്പോർട്ടിൽ അവിടെ സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ സിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്, എസ്പെഷ്യലി കാർഡിയാക് പ്രശ്നങ്ങൾ. അപ്പോൾ അതിനർത്ഥം നമ്മൾ നിശ്ചലമായിട്ട് ഇരിക്കുമ്പോൾ, അത് മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ വേറെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ബ്ലഡ് സർക്കുലേഷൻ എല്ലാം തന്നെ വളരെയധികം മന്ദഗതിയിലാണ്. അപ്പോൾ ഇത് ഞാൻ പ്രശ്നം പറയുമ്പോൾ തന്നെ ഇതിനുള്ളൊരു പരിഹാരവും പറയാം. ഓരോ 30 മിനിറ്റ് ഇടവേളകളിൽ നമ്മൾ നടക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇരുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് എണീറ്റ് ഒന്ന് നടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ട്, ഈ ഒരു സ്ക്രീൻ തന്നെയാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ ഒരു ലൈറ്റിംഗ് നമ്മളുടെ കണ്ണുകൾക്കും ഫേസിനും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മളുടെ കുറവിന് കാരണമാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതും ചെയ്യാനായിട്ട് സിമിലറായിട്ട് ഓരോ 30 മിനിറ്റ് ഇടവേളകളിലും നമ്മൾ പച്ചപ്പിലേക്ക് നോക്കി നിൽക്കുകയോ കണ്ണ് ഒരു പ്രത്യേക പോയിന്റിലേക്ക് നോക്കി നിന്ന് കണ്ണിന് വിശ്രമം കൊടുക്കാനും കണ്ണ് ഇടയ്ക്ക് കഴുകാനും മുഖം കഴുകാനും ശ്രമിക്കുക. ഇനി കണ്ണുകളിൽ ഡ്രൈനെസ് ഉണ്ടാകുന്ന ആളുകൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ലൂബ്രിക്കൻറ്റുകളെല്ലാം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. പവർ ഗ്ലാസ് ഉപയോഗിക്കുക. സിസ്റ്റത്തിനും അതുപോലെ പവർ ഈ ഒരു റൈസ് എല്ലാം തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്ന സ്ക്രീൻ വാങ്ങാനായിട്ട് കിട്ടും, അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് അതിനുള്ളൊരു പരിഹാരം. രണ്ടാമത്, ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൗസ്. നമ്മൾ തോന്നും വളരെ പ്രശ്നം സൃഷ്ടിക്കാത്ത ഒരാളാണ് മൗസ് എന്ന് തോന്നുമെങ്കിലും കാപ്രൽ സിൻഡ്രോം എന്ന് പറയുന്ന കൈകളുടെ പേശികളെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഞരമ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഒരു മൗസ് ഉണ്ടാക്കാറുണ്ട്, ഒരേ പൊസിഷനിൽ നമ്മൾ മൗസ് വർക്ക് ചെയ്യുമ്പോൾ. ഇതിനും ഇടവേളകളുള്ള വിശ്രമം തന്നെയാണ് ഒരു പ്രധാന മാർഗം. ഏറ്റവും അവസാനമായിട്ടുള്ളതും ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്ട്രെസ്സാണ്. 90% ഹെൽത്ത് പ്രശ്നങ്ങൾ സ്ട്രെസ്സ് കാരണമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത്. ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രെസ്സ് കാരണം നമ്മൾ ബ്ലഡ് പ്രഷർ വർദ്ധിക്കും. സ്ട്രെസ്സ് കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, പെട്ടെന്ന് തന്നെ പ്രായാവ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. അപ്പോൾ സ്ട്രെസ്സ് ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ട്രെസ്സ് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളെ ട്രേഡ് ലൈറ്റൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിന്
ഒരു സ്റ്റോപ്പ് ലോസ് ഇടുക, ഒരു ട്രേഡിന് ഒരു എൻട്രി പ്ലാനും ഒരു എക്സിറ്റ് പ്ലാനും ഇടുക. ഈ ഒരു വീഡിയോ ട്രേഡിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അത്തരത്തിൽ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഇടുന്നത്, എങ്ങനെയാണ് ടാർഗറ്റ്, ആ ഒരു വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ പോയിൻ്റ് സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസവും സ്ട്രെസ്സിലൂടെ കടന്നു പോയി ട്രേഡ് എടുത്ത് ലോസ് പ്രോഫിറ്റ് ഉണ്ടാക്കി നാളുകൾ പതിയെ കടന്നു പോകുമ്പോൾ എത്രമാത്രം സ്ട്രെസ്സാണ് നമ്മളുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മളുടെ ബോഡി അത് റിസീവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം ഓരോ ദിവസവും കടന്നു പോകും, അടുത്ത ദിവസം വരും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒരു മൊമെൻറ്റിൽ ഓർക്കുക, ഇനി ട്രേഡ് എടുക്കുമ്പോൾ സ്ട്രെസ്സിലൂടെ ട്രേഡ് എടുത്ത് കാശ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. സ്ട്രെസ് എടുക്കാതെ ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു കാര്യം, ട്രേഡ് ഒരു അഡിക്ഷൻ ആകാനായിട്ട് നമ്മൾ ഒരിക്കലും വരുത്തരുത്. പാഷനേറ്റ് ആകാൻ ശ്രമിക്കുക, അഡിക്ഷൻ ആവരുത്. പാഷനും അഡിക്ഷനും തമ്മിൽ വളരെയധികം പ്രത്യേകതകളുണ്ട്. ഒരാൾ പാഷനേറ്റായിട്ട് ട്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ട്രേഡ് ഇല്ലാത്ത ദിവസം അദ്ദേഹം മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, ചെയ്യുന്ന മറ്റ് മ്യൂസിക്കോ അല്ലെങ്കിൽ ട്രാവലോ അതിലും പാഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ടൈം സ്പെൻഡ് ചെയ്യും. അഡിക്ഷൻ എന്ന് പറയുന്നത് ട്രേഡ് ഇല്ലാത്ത സമയത്ത് പോലും ട്രേഡ് എടുക്കാത്തതിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇല്ലാത്തതിൻ്റെ ആ ഒരു മനപ്രയാസത്തിൽ നമ്മൾ ആ ദിവസം തന്നിൽ നിൽക്കും. അത് ട്രേഡിനോടുള്ള പാഷനല്ല, അതൊരു അഡിക്ഷനാണ്. അപ്പോൾ അഡിക്ഷൻ എന്താണ്, പാഷൻ എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു അഡിക്ഷനായ ഒരു ട്രേഡർ അദ്ദേഹം പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളില്ല. അദ്ദേഹത്തിന് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽസ് തരുന്ന ഒരു മെൻ്റൽ കിക്ക്, മെൻ്റൽ പ്ലഷർ, അതാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അതാണ് പ്രധാന അജണ്ട. ഇതിനൊരു ബിസിനസ്സായിട്ട് കണക്കാക്കുക, ഇതിന് ഒരു പാഷനേറ്റായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബിസിനസ്സായിട്ട് കണക്കാക്കുക. പാഷനേറ്റ് ആവണമെന്നൊരു നിർബന്ധമില്ല, ഇതൊരു ജസ്റ്റ് ഒരു ജോബ്. മാർക്കറ്റ് എല്ലാമാണ്. മാർക്കറ്റിൻ്റെ ക്യാൻഡിൽസ് വാൾപേപ്പറായിട്ടും മൊബൈലിലെ സ്ക്രീൻ കാർഡായിട്ടും ചുമരിലും അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് ട്രേഡ് മാത്രം ജീവിതം എന്നുള്ള രീതിയിൽ കാണരുത്. അത് അങ്ങനെയുള്ള ആളുകളല്ല ട്രേഡേഴ്സ്, അങ്ങനെയുള്ള ആളുകളല്ല മാർക്കറ്റിൽ ദീർഘകാലം നിലനിൽക്കുന്നത്, അങ്ങനെയുള്ള ആളുകളല്ല ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും. അപ്പോൾ നല്ല ഒരു ജീവിതശൈലി, നല്ല ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് രോഗങ്ങൾ ഉള്ള ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈവൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾ വെള്ളം പോലും കുടിക്കാറില്ല, കണ്ണ് പോലും ചിമ്മാതെ ട്രേഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു വീഡിയോ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമുള്ളൊരു വീഡിയോ അല്ല, മറിച്ചൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം. താങ്ക് യു, ബൈ ഓൾ.